ക്ലാസിഫിക്കേഷൻ ഓഫ് എൻജിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ഡിസൈൻ ആണ്. ഒരു എൻജിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നതനുസരിച്ച് നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്നാമത്തേത് റോട്ടറി എൻജിനും രണ്ടാമത്തേനെ റെസിപ്രോക്കേറ്റിംഗ് എൻജിൻ എന്നാണ് വിളിക്കുന്നത്. റോട്ടറി എൻജിൻ എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗങ്ങളാണ് കൂടുതൽ വരുന്നത് എന്ന് മനസ്സിലാക്കാം. പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ആണ് റോട്ടറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെസിപ്രോക്കേറ്റിംഗ് എന്ന് പറയുന്നതുകൊണ്ട് എൻജിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ റെസിപ്രോക്കേറ്റിംഗ് മോഷനിലാണ് വർക്ക് ചെയ്യുക. റെസിപ്രോക്കേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ലൈനിൽ ടു ആൻഡ് ഫ്രോ മോഷൻ നടത്തുന്നതിന്, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ എന്ന് പറയുന്നത്. അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഇങ്ങനെ രണ്ട് സൈഡിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു സ്ട്രൈറ്റ് ലൈനിൽ ഇത് ഈ പോയിന്റ് എയും ഈ പോയിന്റ് ബിയും ആണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടും എന്ന് ബിയിലേക്കും ബിന്ന് എയിലേക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാണ് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ. ഈ പിസ്റ്റൺ മുകളിലേക്കും താഴത്തേക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഒരു സ്ട്രൈറ്റ് ലൈനിൽ. അതിനെയാണ് നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ എന്ന് വിളിക്കുക. അങ്ങനത്തെ എൻജിൻസിനെ വിളിക്കുന്ന പേരാണ് റെസിപ്രോക്കേറ്റിംഗ് എൻജിൻ. റോട്ടറി എൻജിനെ കുറിച്ച് നമ്മൾ ഈ ഒരു സെക്ഷനിൽ മാത്രമേ പഠിക്കുന്നുള്ളൂ. അതിനുശേഷം വരുന്ന എല്ലാം റെസിപ്രോക്കേറ്റിംഗ് എൻജിനാണ്. നമ്മൾ മെയിൻ യൂസ് ചെയ്യുന്ന എല്ലാ എൻജിൻസും റെസിപ്രോക്കേറ്റിംഗ് എൻജിനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പഠിക്കുന്നില്ല. റോട്ടറി എൻജിൻ നമ്മൾ ഈ സെക്ഷനിൽ നിർത്തും. എങ്കിൽ നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് എന്താണ് റോട്ടറി എൻജിൻ നോക്കാം. റോട്ടറി എൻജിൻ എന്ന് പറയുന്നതിനെ വേറൊരു പേര് വിളിക്കാറുണ്ട്, വാങ്കൽ എൻജിൻ എന്നും വിളിക്കാറുണ്ട്. 1924 ഫെലിക്സ് വാങ്കൽ എന്ന് പറയുന്ന ഒരാളാണ് ആദ്യമായിട്ട് ഒരു റോട്ടറി എൻജിൻ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് എൻജിന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ്? വാങ്കൽ എൻജിൻ. വാങ്കൽ എൻജിനിൽ പിസ്റ്റണും സിലിണ്ടറും ഒന്നുമില്ല, പകരം മറ്റ് ചില ഭാഗങ്ങളാണ് ഉള്ളത്. അതൊരു ഇന്റേണൽ കമ്പസ്റ്റൻ എൻജിനാണ്. അതിൻ്റെ ഡിസൈൻ ഒരു എക്സെൻട്രിക് റോട്ടറി ഡിസൈനാണ്. അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ആദ്യം അറിയേണ്ടത് എന്തൊക്കെയാണ് ഈ റോട്ടറി എൻജിൻ അല്ലെങ്കിൽ വാങ്കൽ എൻജിൻ്റെ ഭാഗങ്ങൾ എന്ന് നോക്കാം. അതിന് ഈ ചിത്രത്തിന് പകരം നമുക്ക് തൊട്ടടുത്ത ചിത്രം നോക്കുകയാണെങ്കിൽ ഈ ഒരു ചിത്രം നോക്കാം. ഇതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പുറത്ത് കാണുന്ന ഈ ഒരു ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് റോട്ടർ കേസിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ റോട്ടർ ഹൗസിംഗ്, രണ്ടും ഉപയോഗിക്കാറുണ്ട്. റോട്ടർ കേസിംഗ് അല്ലെങ്കിൽ റോട്ടർ ഹൗസിംഗ്. റോട്ടറിനെ ഉൾക്കൊള്ളുന്ന ഭാഗം എന്നർത്ഥം വരുന്ന റോട്ടർ ഹൗസിംഗ്. അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ത്രികോണാകൃതി, ഏകദേശം ത്രികോണ രീതിയിൽ ഒരു സാധനമുണ്ട്. എന്താണ് വിളിക്കുന്ന പേരാണ് റോട്ടർ എന്ന് വിളിക്കുന്നത്. റോട്ടർ എന്ന് വിളിക്കാനുള്ള കാരണം അത് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഈ ട്രയാങ്കുലർ ഷേപ്പിലുള്ള ആ റോട്ടർ എന്ന് പറയുന്നത് ഫുൾ ടൈം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് 3 ലോബുകളുണ്ട്. ഒരു ലോബ് 1, 2, 3 അങ്ങനെ 3 ലോബുകളാണ് ആ റോട്ടറിനുള്ളത്. റോട്ടറിന്റെ അകത്തായിട്ട്, ഉൾഭാഗത്തായിട്ട് ഒരു ഇന്റേണൽ ഗിയർ കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ ചിത്രത്തിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. ഈ ഗ്രേ കളറിൽ കാണുന്നതാണ് ഇന്റേണൽ ഗിയർ കട്ട് ചെയ്തിരിക്കുന്നത്. ആ ഗിയർ ഉള്ളിലേക്കാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ഇന്റേണൽ ഗിയർ എന്ന് വിളിക്കുന്നത്. ആ ഇന്റേണൽ ഗിയർ വേറൊരു ഗിയർ, ഇതിന് എക്സ്റ്റേണൽ ഗിയർ ആണ്. ഗിയർ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത്, ഗിയറിന്റെ ടീത്തുകളെല്ലാം പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കൊണ്ട് അതിനെ എക്സ്റ്റേണൽ ഗിയർ എന്ന് വിളിക്കും. അപ്പോൾ റോട്ടറിന്റെ ഇന്റേണൽ ഗിയർ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ഗിയറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ആ ഗിയർ ഒരു എക്സെൻട്രിക് ഷാഫ്റ്റിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ ചിത്രം നോക്കുകയാണെങ്കിൽ എ എന്ന് പറയുന്നത് റോട്ടറാണ്, ബി എന്ന് പറയുന്നത് എക്സെൻട്രിക് ഷാഫ്റ്റ് ആണ്. ഈ ചിത്രം നോക്കാം. ഇതാണ് റോട്ടർ എന്ന് പറയുന്നത്. റോട്ടറിന് ഉള്ളിൽ ഒരു ഇന്റേണൽ ഗിയർ ഉണ്ട്. ആ ഇന്റേണൽ ഗിയർ ഒരു എക്സ്റ്റേണൽ ഗിയറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ എക്സ്റ്റേണൽ ഗിയർ ഇരിക്കുന്നത് ഒരു എക്സെൻട്രിക് ഷാഫ്റ്റിലാണ്. എക്സെൻട്രിക് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഓഫ് സെന്റർ എന്നാണ്. അതായത് സെന്റർ മാറിയിരിക്കുന്നതിനെയാണ് എക്സെൻട്രിക് എന്ന് വിളിക്കുക. ഈ റോട്ടറിന്റെ സെന്റർ എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് വരിക, അല്ലെ? ഇത് ഇവിടെ ആയിട്ടാണ് വരിക. പക്ഷേ ആ സെന്ററിലല്ല ഷാഫ്റ്റ് ഇരിക്കുന്നത്. ഷാഫ്റ്റിന്റെ സെന്റർ എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പൊ ഇത്ര ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. അങ്ങനെ റോട്ടറിന്റെ സെന്ററിൽ നിന്നും കുറച്ച് മാറിയിരിക്കുന്നത് കൊണ്ടാണ് ആ ഷാഫ്റ്റിനെ എക്സെൻട്രിക് ഷാഫ്റ്റ് എന്ന് വിളിക്കുന്നത്. സെന്ററിൽ നിന്നും മാറിയിരിക്കുന്ന ഷാഫ്റ്റ് എന്ന് അർത്ഥം വരുന്നു. ഇനി ഈ റോട്ടറിന്റെ 3 സൈഡുകൾ ഉണ്ടെന്ന്, 3 ലോബുകളുണ്ട്. ആ 3 സൈഡിലും ചെറിയൊരു കട്ടിങ് ഉണ്ടായിരിക്കും. അതിനകത്ത് കാണിക്കാൻ പറ്റില്ല, കാരണം അത് ഉള്ളിലാണ് വരിക. അപ്പോൾ ഉള്ളിലേക്ക് ചെറിയൊരു പാത്രം പോലെ കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഉള്ളിലേക്ക് ഈ 3 സൈഡിലും ഇത്രയും ചെറിയൊരു ഭാഗം ഉള്ളിലേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ സൈഡിലും ഉണ്ട്. അതിന് നമ്മൾ ആ
ഇതിൻ്റെ എന്താണ് വിളിക്കുക, കമ്പഷൻ ചേമ്പർ എന്നാണ് വിളിക്കുക. കമ്പഷൻ ചേമ്പർ ഈ സൈഡാണെന്ന് വിചാരിച്ചാൽ തൽക്കാലം ഇപ്പോൾ ഇത് നമുക്ക് ഈ വ്യൂവിൽ നമുക്ക് ആ കട്ട് കാണാൻ പറ്റില്ല, കാരണം അത് സൈഡിൽ നിന്ന് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എന്തുണ്ട്, കമ്പഷൻ ചേമ്പർ ഉണ്ട്. ഇനി രണ്ട് പോർട്ടുകൾ കാണാം, എക്സോസ്റ്റ് പോർട്ട് ഉണ്ട്, ഇൻടേക്ക് പോർട്ട് ഉണ്ട്. എക്സോസ്റ്റ് പോർട്ട് എന്ന് പറഞ്ഞാൽ എക്സോസ്റ്റ് ഗ്യാസിന് പുറത്തേക്ക് പോകാനുള്ള വഴിയാണ്. എക്സോസ്റ്റ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള വേസ്റ്റ് ഗ്യാസ് കത്തിക്കഴിഞ്ഞ് ഈ എയറും ഫ്യൂലും എൻജിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കത്തിക്കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന ആ പുകയെ വിളിക്കുന്ന പേരാണ് എക്സോസ്റ്റ് ഗ്യാസ് എന്ന് പറയുന്നത്. അതിന് പുറത്തേക്ക് പോകാനുള്ള വഴിയാണ് എക്സോസ്റ്റ് പോർട്ട്. ഇനി വരുന്നതാണ് ഇൻടേക്ക് പോർട്ട് എന്ന് പറയുന്നത്. ഇൻടേക്ക് പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ എൻജിൻ കത്താൻ ആവശ്യമായിട്ടുള്ള എയറും ഫ്യൂവലും ഉള്ളിലേക്ക് കയറി വരാനുള്ള വഴിയാണ് ഇൻടേക്ക് പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ വരുന്ന രണ്ട് ഹോളുകൾ കൂടി കാണാം. ഈ റോട്ടർ ഹൗസിങ്ങിൽ രണ്ട് ഹോളുകൾ കൂടിയുണ്ട്. ആ രണ്ട് ഹോളുകളാണ് സ്പാർക്ക് പ്ലഗിന് വേണ്ടിയുള്ളതാണ്. ഇതിൽ രണ്ട് സ്പാർക്ക് പ്ലഗ് ഉപയോഗിക്കുന്നത് മാക്സിമം എയറിന് ഒരുമിച്ച് കത്തിക്കാൻ വേണ്ടിയിട്ട്. ഈ രണ്ട് ഭാഗത്തും തീ കൊടുക്കുകയാണെങ്കിൽ അത്രയും കൂടുതൽ തീ കത്തിക്കൊള്ളുമല്ലോ, അതിനുവേണ്ടിയാണ് രണ്ട് സ്പാർക്ക് പ്ലഗ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ കൂടാതെ മറ്റ് കാണാതിരിക്കുന്ന മറ്റ് ഭാഗങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഈ വാട്ടറിന് വരാൻ വേണ്ടിയിട്ട്, അതായത് തണുപ്പിക്കാൻ വേണ്ടി, ഈ എൻജിൻ ചൂടാവാൻ സാധ്യതയുണ്ട്. ആ ചൂടായ എൻജിൻ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വാട്ടർ വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള വഴികൾ ഈ ഹൗസിങ്ങിൻ്റെ ഉള്ളിലുണ്ട്. അത് നമുക്ക് ഇതിൽ കാണാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഹൗസിങ്ങിൻ്റെ ഉള്ളിൽ ഈ ചൂടിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ പാസേജുകളുണ്ട്. ഈ ഹൗസിങ്ങിന് ചുറ്റും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്, അത്ര അറിഞ്ഞിരിക്കാം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ റോട്ടറിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞ ഒരു ട്രയാങ്കുലർ ഷേപ്പാണ്. ട്രയാങ്കുലർ കർവ്ഡ് ഷേപ്പ്, കറക്റ്റ് ട്രയാങ്കിൾ അല്ല, കാരണം ഇത് ഒരു കർവായിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ ട്രയാങ്കുലർ കർവ്ഡ് ഷേപ്പിലാണ് റോട്ടർ ഇരിക്കുന്നത്. അത് ഇരിക്കുന്ന ഒരു എക്സെൻട്രിക് ഗിയറിംഗ് സിസ്റ്റം അല്ലെങ്കിൽ എക്സെൻട്രിക് ഷാഫ്റ്റ് വഴിയാണ് നമ്മൾ പുറത്തേക്ക് പവർ എടുക്കുക. ഈ ഷാഫ്റ്റ് വഴിയാണ് നമ്മൾ പവർ പുറത്തേക്ക് എടുക്കുന്നത്. വേറൊരു പ്രത്യേകത, ഈ ട്രയാങ്കുലർ റോട്ടറിൻ്റെ 3 എഡ്ജുകൾ ഉണ്ടായിരിക്കുമല്ലോ, 3 മൂലകൾ. ഈ ഒരു മുക്കുണ്ട്, ഇവിടെ ഒരു മുക്കുണ്ട്, ഇവിടെ ഒരു മുക്കുണ്ട്. ആ 3 എഡ്ജുകളും എല്ലാ സമയത്തും റോട്ടർ ഹൗസിങ്ങിലേക്ക് മുട്ടിയാണ് ഇരിക്കുന്നത്. ഈ സെക്ഷൻ എപ്പോൾ ഇങ്ങനെ തിരിഞ്ഞു വരികയാണെങ്കിലും പക്ഷേ ഇതുമായിട്ടുള്ള കോണ്ടാക്ട് വിടുന്നില്ല. റോട്ടർ ഹൗസിങ്ങുമായിട്ടുള്ള കോണ്ടാക്ട് ഒരിക്കലും ഈ 3 എഡ്ജുകളും വിടുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നിൽക്കുന്ന ഗ്യാസ് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. അതുപോലെ ഇവിടെ നിൽക്കുന്ന ഗ്യാസിന് ഈ ജോയിന്റ് വഴി ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അവിടെയൊക്കെ സീലിങ്സ് ഉണ്ട്. സീലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇങ്ങോട്ടേക്ക് ഗ്യാസിന് അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിടാത്ത രീതിയിൽ റബ്ബറിൻ്റെയോ അല്ലെങ്കിൽ മെറ്റലിൻ്റെയോ പീസ് വെച്ചിട്ട് സീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സീൽ ചെയ്യുമ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ നീങ്ങി വരികയാണല്ലോ. നീങ്ങി വരുമ്പോൾ കുറേ കഴിയുമ്പോൾ ആ സീൽ എന്ത് ചെയ്യും, തേഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആ സീൽ മാറ്റേണ്ടി വരും. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ റോട്ടറി എൻജിൻസിൽ. അപ്പോൾ ഇനി വരുന്നത് നമുക്ക് ഇതിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് നോക്കാം. വർക്കിംഗ് നമുക്ക് ഈ ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് പ്രധാനമായിട്ട് അറിയാനുള്ളത്, ഒരു എൻജിൻ വർക്ക് ചെയ്യുമ്പോൾ 4 പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. 4 പ്രവർത്തനങ്ങൾ. ഒന്നാമത് നടക്കുന്നത്, ആദ്യം കത്താനുള്ള എയറും ഫ്യൂവലും എൻജിൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്നു. ആ കയറി വന്ന എയറിനെയും ഫ്യൂവലിനെയും ആദ്യം കംപ്രസ് ചെയ്യും, അതായത് അതിൻ്റെ വോളിയം ചെറുതാക്കും. വ്യാപ്തം കുറച്ച് കഴിഞ്ഞാലാണ് നമുക്ക് കത്തുമ്പോൾ മാക്സിമം പവർ പുറത്തേക്ക് കിട്ടുള്ളൂ. വെറുതെ കത്തിച്ച് കഴിഞ്ഞാൽ ഇതുണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യണം, കുറച്ച് പ്രഷർ കൂട്ടണം. അതുകൊണ്ട് കംപ്രസ് ചെയ്യണം. കംപ്രസ് ചെയ്തിരിക്കുന്ന ആ എയർ ഫ്യൂവൽ മിക്സ്ചറിനെ നമ്മൾ സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ചിട്ട് കത്തിക്കും. അതിനെ നമ്മൾ ഇഗ്നിഷൻ എന്ന് വിളിക്കും. അവിടെയാണ് പവർ ജനറേറ്റ് ചെയ്യുന്നത്. നമുക്ക് പവർ ഉണ്ടാകുന്നത് ആ ഒരു സെക്ഷനിൽ മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ പവർ ഉള്ളിലേക്ക് കൊടുക്കണം. എയർ ഇൻടേക്ക് കൊടുക്കണമെങ്കിലും കംപ്രസ് ചെയ്യണമെങ്കിലും എല്ലാം പവർ നമ്മൾ എൻജിനിലേക്ക് സപ്ലൈ ചെയ്യണമെങ്കിൽ ഈ കത്തിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് പവർ പുറത്തേക്കാണ് കിട്ടുക. അങ്ങനെ കത്തിക്കഴിഞ്ഞാൽ ബാക്കി വരുന്ന പുക അല്ലെങ്കിൽ എക്സോസ്റ്റ് ഗ്യാസ് എന്ന് വിളിക്കുന്നതിനെ നമ്മൾ പുറത്തേക്ക് കളയുന്നതിനെ എക്സോസ്റ്റ് എന്ന് വിളിക്കും. അപ്പോൾ ആദ്യം ഇൻടേക്ക്, അതായത് എയർ ഫ്യൂവൽ മിക്സർ ഉള്ളിലേക്ക് കയറി വരുന്നു. പിന്നെ കംപ്രഷൻ, കയറി വന്ന എയർ ഫ്യൂവൽ മിക്സറിനെ പ്രഷറൈസ് ചെയ്യുന്നു, വോളിയം കുറയ്ക്കുന്നു. പിന്നെ വരുന്നതാണ് ഇഗ്നിഷൻ അല്ലെങ്കിൽ പവർ എന്ന് വിളിക്കുന്നത്, അതായത് ആ കംപ്രസ് ചെയ്ത എയർ ഫ്യൂവൽ മിക്സറിനെ കത്തിക്കുന്നു. അവസാനമായിട്ട് കത്തിക്കഴിഞ്ഞ ഗ്യാസിനെ പുറന്തള്ളുന്നതിനെ എക്സോസ്റ്റ് എന്ന് വിളിക്കുന്നു. ആ 4 എണ്ണമാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്: ഇൻടേക്ക്, കംപ്രഷൻ, ഇഗ്നിഷൻ, എക്സോസ്റ്റ്. ഇത് റോട്ടറി എഞ്ചിൻ ആണെങ്കിലും റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻ ആണെങ്കിലും ഈ 4 സെക്ഷൻ കോൺസ്റ്റന്റ് ആണ്. പക്ഷെ ഈ ഒരു എഞ്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 ഇതും ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഇവിടെ ഇൻടേക്ക് നടക്കുമ്പോൾ ഇവിടെ എക്സോസ്റ്റ് നടക്കുന്നുണ്ട്, ഇവിടെ പവർ നടക്കുന്നുണ്ട്, കംപ്രഷൻ നടക്കുന്നുണ്ട്. ഇതെല്ലാം ഒരേ സമയത്ത് തന്നെ നടക്കുന്നു എന്നുള്ളതാണ് ഈ എഞ്ചിൻ്റെ പ്രത്യേകത. അത് റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻ മനസ്സിലാക്കും. അത് നാല് സെപ്പറേറ്റ് സെക്ഷനിലാണ് നടക്കുക. ഇവിടെ പക്ഷേ സെക്ഷൻ വേറെ വേറെ ആണെങ്കിൽ പോലും സമയം ഒരുമിച്ചാണ്. പവർ നടക്കുന്ന അതേ സമയത്ത് തന്നെ ഇൻടേക്കും എക്സോസ്റ്റും എല്ലാം നടക്കുന്നുണ്ട്. ഈ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് ഇൻടേക്ക് പോർട്ട്, എക്സോസ്റ്റ് പോർട്ട്. ഇൻടേക്ക് പോർട്ട് വഴി എയർ ഫ്യൂൽ മിക്സർ ഉള്ളിലേക്ക് കയറി വരും. അതിനെ ഈ ഭാഗത്ത് വെച്ചിട്ട് കംപ്രസ് ചെയ്യുന്നു. കംപ്രസ് ചെയ്തിട്ട് ഇവിടെ സ്പാർക്ക് പ്ലഗിൽ തീ കൊടുക്കുമ്പോൾ കത്തും. അത് എക്സോസ്റ്റ് ഗ്യാസ് ഈ എക്സോസ്റ്റ് പോർട്ട് വഴി പുറത്തേക്ക് പോകും. ഈ ചിത്രം നോക്കിയാൽ മനസ്സിലാകും. ബ്ലൂ എന്ന് പറയുന്നത് ഇൻടേക്ക് എയർ ഫ്യൂൽ മിക്സർ ആണ്. റെഡ് എന്ന് പറയുന്നത് കത്തിക്കഴിഞ്ഞ എക്സോസ്റ്റ് ഗ്യാസ് ആണ്. അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവായിരിക്കും. ഇതിന്റെ 3 സൈഡിലും ഇത് നടക്കുന്നുണ്ട്. ഇപ്പൊ എ എന്ന് പറയുന്ന ഭാഗം നോക്കുകയാണെങ്കിൽ എ എന്ന ഈ സൈഡിൽ തന്നെ 3 ഭാഗം നടക്കുന്നുണ്ട്. ഇവിടെ എത്തുമ്പോൾ ഇൻടേക്ക്, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ് നടക്കുന്നുണ്ടല്ലോ. അതേസമയം തന്നെ ബിയിലും സിയിലും അത് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ ഈ റോട്ടർ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ റോട്ടറിന്റെ കറക്കം നമ്മൾ ആ ഗിയർ സിസ്റ്റം വഴി, ഇന്റേണൽ ഗിയറും എക്സ്റ്റേണൽ ഗിയറും കൂടി അത് ആ എക്സെൻട്രിക് ഷാഫ്റ്റിലേക്ക് കൊടുക്കും. ഷാഫ്റ്റ് വഴി നമ്മളത് പുറത്തേക്ക് എടുക്കുകയും ചെയ്യും. ഇതിന്റെ പ്രധാനപ്പെട്ട വാക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാ സ്ട്രോക്കുകളും, അതായത് എല്ലാ പ്രവർത്തനങ്ങളും, ഇൻടേക്ക്, കംപ്രഷൻ, ഇഗ്നിഷൻ, എക്സോസ്റ്റ് പറയുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഒരുമിച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും ഇവിടെ പവർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ സമയത്തും പവർ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ പവർ ഔട്ട്പുട്ട് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ വല്ലപ്പോഴും 2 സെക്കൻഡ് കൂടുമ്പോഴേ പവർ സ്ട്രോക്ക് ഉണ്ടാവുന്നുള്ളൂ എങ്കിൽ ആ 2 സെക്കൻഡ് കൂടുമ്പോൾ പവർ കൂടുതൽ വരും, പിന്നെ പവർ കുറഞ്ഞു വരും, പിന്നെയും കൂടിയും കുറഞ്ഞു വരികയും. ആ കൂടുതലും കുറയലും കാരണം നമുക്ക് എന്തുണ്ടാവും? വൈബ്രേഷൻ ഉണ്ടാവും. പക്ഷെ ഈ എഞ്ചിനിൽ അങ്ങനെയല്ല. ഈ എഞ്ചിനിൽ എല്ലാ സമയത്തും പവർ സ്ട്രോക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൂണിഫോം ആയിട്ടുള്ള പവർ ഔട്ട്പുട്ടും യൂണിഫോം ആയിട്ടുള്ള ടോർക്കും ആണ് നമുക്ക് പുറത്തേക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ വൈബ്രേഷൻ കുറവായിരിക്കും. പിന്നെ ഒരു കാര്യം വരുന്നത്, ഈ എഞ്ചിന്റെ എല്ലാ ഭാഗങ്ങളും ഇവിടെ ഉൾക്കൊള്ളുകയാണ്. ഈ ഒരു ചെറിയ കേസിങ്ങിന്റെ ഉള്ളിലാണ് എല്ലാം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയ എഞ്ചിനാണ്. ഈ എഞ്ചിന്റെ സൈസ് എന്ന് പറയുന്നത് ചെറുതായിരിക്കും. ആ സൈസ് ചെറുതായതുകൊണ്ട് തന്നെ അതിന്റെ വെയിറ്റ് കുറവായിരിക്കും. ചെറിയ സാധനത്തിന് വെയിറ്റും ഏകദേശം കുറവായിരിക്കണം. അതുപോലെ തന്നെ വെയിറ്റും സൈസും ചെറുതായതുകൊണ്ട് അതിന്റെ വില, അതായത് ഉണ്ടാക്കാനുള്ള ചെലവ് വളരെ കുറവായിരിക്കും. ഈ എഞ്ചിന്റെ എല്ലാം റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്, വർക്കിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. എന്താണ് സംഭവിക്കാൻ അറിയാമല്ലോ. ഒരു സെക്ഷൻ മാത്രം എടുക്കുക, എ എന്ന് പറഞ്ഞ സെക്ഷൻ മാത്രം എടുക്കുകയാണെങ്കിൽ ആദ്യം എയർ ഫ്യൂൽ മിക്സർ ഉള്ളിലേക്ക് കയറി വരും. റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ എത്തി കംപ്രസ് ആയി കഴിഞ്ഞാൽ ഈ സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ച് അത് കത്തിക്കുന്നതാണ്. കത്തിച്ചു കഴിഞ്ഞാൽ ആ ഗ്യാസ് പുറത്തേക്ക് എക്സോസ്റ്റ് പോർട്ട് വഴി പുറത്തേക്ക് പോകും. നിങ്ങൾ വരയ്ക്കേണ്ട ചിത്രം ഇത് തന്നെയാണ്. ഈ ചിത്രം വരച്ചെടുക്കണം. അതിനുശേഷം മാർക്ക് ചെയ്യുമ്പോൾ ഈ ഭാഗങ്ങൾ മാർക്ക് ചെയ്യാം. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പ്രകാരമാണെങ്കിൽ ഇവിടെ ഇപ്പോൾ എക്സോസ്റ്റ് സ്ട്രോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇൻടേക്ക് സ്ട്രോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കൂടി എയർ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കംപ്രഷൻ കഴിഞ്ഞ് പവർ സ്ട്രോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വീണ്ടും എക്സോസ്റ്റ് സ്ട്രോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ കറങ്ങി ഇങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും ഈ എക്സോസ്റ്റ് സ്ട്രോക്ക് ഇൻടേക്ക് സ്ട്രോക്ക് ആയിട്ട് മാറും. ഈ പവർ സ്ട്രോക്ക് എക്സോസ്റ്റ് സ്ട്രോക്ക് ആയിട്ട് മാറും. ഈ ഇൻടേക്ക് സ്ട്രോക്ക് കംപ്രഷനും പവറും ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ പൊസിഷനിൽ എപ്പോഴും എക്സോസ്റ്റ് ആയിരിക്കും. പക്ഷേ ഈ ലോബുകൾ മാത്രമാണ് ഇങ്ങനെ മാറി വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് പറയാനുള്ളൂ. വളരെ സിമ്പിളാണ്. ഇത്രയും പോയിന്റ്സ് അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് അധികം കൂടുതലായിട്ടൊന്നും അറിയാനില്ല. 5 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ചിത്രം വരയ്ക്കുക, ഈ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ മാർക്ക് ചെയ്യുക, ഈ പോയിന്റ്സ് എഴുതിയെടുക്കുക. ഇനി നമുക്ക് അറിയാനുള്ളത് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് വാങ്കൽ എഞ്ചിൻ ആണ്. ഓവർ റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻ. റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിനെ അപേക്ഷിച്ച് ഈ എഞ്ചിൻ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും, ഗുണങ്ങളും ദോഷങ്ങളും അറിയാനുണ്ട്. ഞാനത് നോട്ടായിട്ട് ഇവിടെ എഴുതുന്നില്ല. ഞാൻ പറയുന്നത് കേട്ടിട്ട് അതിനനുസരിച്ച് നോട്ട് എഴുതിയെടുക്കണം. ആദ്യമായിട്ട് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ സൈസ് ചെറുതാണ്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. സൈസ് ചെറുതായതുകൊണ്ട് തന്നെ അതിൻ്റെ വെയിറ്റ് കുറവാണ്, ലോ വെയിറ്റ് ആണ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. മൂന്നാമത്തെ മോർ കോമ്പാക്റ്റ് ആണ്. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരുമിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യാം, ഒരു ചെറിയ ഭാഗത്ത് പിടിപ്പിക്കാൻ പറ്റും. അതാണ് കോമ്പാക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സ്പേസ് അറേഞ്ച്മെന്റ് ആണ് അതിനുള്ളത്. അപ്പോൾ ആദ്യം പറഞ്ഞു സൈസ് സ്മോൾ സൈസ് ആണ്.
ലൈറ്റ് വെയിറ്റ് ആണ്, കോമ്പാക്റ്റ് ആണ്, അവസാനം വരുന്ന ഒരു പോയിന്റ് കൂടി ഉണ്ട്, ചീപ്പാണ്, മാനുഫാക്ചർ ചെയ്യാൻ ലാഭമാണ്. മറ്റ് എൻജിൻസിൻ്റെ വെയിറ്റും സൈസും എല്ലാം കുറവായതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കാനുള്ള ചിലവും കുറവാണ്. ചീപ്പർ ടു മാനുഫാക്ചർ ആണ്. പിന്നെ ഒരു അടുത്ത പോയിന്റ് വരുന്നതാണ് സിമ്പിൾ കൺസ്ട്രക്ഷൻ ആണ്. ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. അടുത്ത് വരുന്നൊരു പോയിന്റ് ആണ് മൂവിങ് പാർട്സ് കുറവാണ്. ആകെ 2 പാർട്സേ മൂവ് ചെയ്യുന്നുള്ളൂ. ഒന്ന് റോട്ടറും ഈ ഷാഫ്റ്റ് മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. വാൽവുകളോ വേറെ മറ്റ് ഭാഗങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് തേയ്മാനം കുറവായിരിക്കും. തേയ്മാനം കുറവായതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് കുറവായിരിക്കും. പറഞ്ഞു സിമ്പിൾ ഡിസൈൻ ആണ്, മെയിൻ്റനൻസ് കുറവാണ്. 2 പോയിന്റ് കൂടി ആയല്ലോ. പിന്നെ ഒരു വരുന്നതാണ് വൈബ്രേഷൻ കുറയുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് കുറയുന്നതെന്നൊക്കെ നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻ ആകുമ്പോൾ മനസ്സിലാവും. അപ്പോൾ വൈബ്രേഷൻ കുറയുന്നത് കൊണ്ട് ബാലൻസിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല അധികം. ഇത് ബാലൻസിങ് അധികം ആവശ്യമില്ലാത്ത എഞ്ചിനാണ്. എന്താണ് നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്, അപ്പം മനസ്സിലാവും. അപ്പോൾ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒന്നാമത് പറയുന്നത് സ്മോളർ സൈസ്, ലൈറ്റർ വെയിറ്റ്, കോമ്പാക്ട് സൈസ്, ചീപ്പർ ടു മാനുഫാക്ചർ, ലോ മെയിൻ്റനൻസ്, സിമ്പിൾ ഡിസൈൻ, പിന്നെ ഈസിയർ ബാലൻസിങ് ഓഫ് ലോഡ്, ഈസിയർ ലോഡ് ബാലൻസിങ്. ഇത്രയുമാണ് നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത്. ഇനി ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് 2 പോയിന്റ് കൂടിയുണ്ട്. ഒന്നാമത്തെ പോയിന്റ് ആണ് ഹയർ ഫ്യൂൽ കൺസംഷൻ. ഞാൻ പറഞ്ഞിരുന്നു എല്ലാ സമയത്തും അവിടെ പവർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാ സെക്ഷനിലും. ഇതിങ്ങോട്ട് വരുമ്പോൾ വീണ്ടും പവർ വരുന്നുണ്ട്, അത് കഴിഞ്ഞാൽ ഇത് വന്ന് പവർ വരും. അപ്പോൾ ഓരോ റൊട്ടേഷനിലും 3 പവർ സ്റ്റോക്ക് എങ്കിലും നടക്കുന്നുണ്ട്. 3 പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സാധനം കംപ്ലീറ്റ് ആയി കറങ്ങി വരുമ്പോഴത്തേക്കും 3 പ്രാവശ്യം അവിടെ ഫ്യൂവൽ കത്തുന്നുണ്ട്. അപ്പോൾ ഫ്യൂവൽ 3 പ്രാവശ്യം കത്തിക്കുമ്പോൾ 3 ഇരട്ടി ഫ്യൂവൽ നമുക്ക് ആവശ്യം വരും. അതുകൊണ്ട് തന്നെ ഫ്യൂവൽ കൺസംഷൻ ഈ എഞ്ചിന് കൂടുതലായിരിക്കും. അതിനനുസരിച്ച് പവർ ഔട്ട്പുട്ട് നമുക്ക് കൂടുതൽ കിട്ടും, പക്ഷേ ഫ്യൂവൽ കൺസംഷൻ കൂടുതലാണ്. പിന്നെ വരുന്നതാണ് ഈ പറയുന്ന തേയ്മാനത്തിൻ്റെ കാര്യം. ഇവിടെ ഈ 3 പോയിന്റുകളും എല്ലാ സമയത്തും ഹൗസിങ്ങിൽ ഉരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സീലിംഗ് മെറ്റീരിയൽ അത് എന്തോ ആയിക്കോട്ടെ, റബ്ബർ ആണെങ്കിലും മെറ്റൽ ആണെങ്കിലും പെട്ടെന്ന് തേഞ്ഞു പോകും. ആ തേഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അത് മാറ്റേണ്ട ആവശ്യം വരുന്നുണ്ട്. അങ്ങനെ 2 ഡിസഡ്വാൻറ്റേജ് ഉള്ളത്. ഒന്ന് ഹയർ ഫ്യൂൽ കൺസംഷൻ, 2 സീലിംഗ് പ്രോബ്ലം. ഈ 2 പ്രോബ്ലം വെച്ച് ബാക്കിയെല്ലാം അഡ്വാൻറ്റേജുകളാണ്. അപ്പോൾ ഇതാണ് നമുക്ക് വാങ്കൽ എഞ്ചിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് അടുത്ത ടൈപ്പ് നോക്കാം, റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻ. റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻ എന്ന് പറയുകയാണെങ്കിൽ അതിനെ പിസ്റ്റൺ എഞ്ചിൻ എന്ന് വിളിക്കാറുണ്ട്. പിസ്റ്റൺ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന എഞ്ചിൻ ആയതുകൊണ്ടാണ് പിസ്റ്റൺ എന്ന് വിളിക്കുന്നത്. റോട്ടറി എഞ്ചിനിൽ പിസ്റ്റൺ പകരം ഉണ്ടായിരുന്നത് ഒരു റോട്ടർ ആയിരുന്നു. ഇവിടെ പിസ്റ്റൺ ആണുള്ളത്. അതെന്താ ചെയ്യുന്നത്, പിസ്റ്റണിൻ്റെ ഉപയോഗിച്ചിട്ട് റെസിപ്രോക്കേറ്റിംഗ് പിസ്റ്റൺസ് യൂസ് ടു കൺവേർട്ട് പ്രഷർ ഇൻ ടു റോട്ടറി മോഷൻ. റെസിപ്രോക്കേറ്റിംഗ് മോഷൻ എന്താണെന്ന് നോക്കാം. റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഈസ് എ റിപ്പീറ്റേറ്റീവ് അപ്പ് ആൻഡ് ഡൗൺ ഓർ ബാക്ക് ആൻഡ് ഫോർത്ത് ലീനിയർ മോഷൻ. ഒരു ലൈനിൽ മുകളിലേക്കും താഴത്തേക്കും അല്ലെങ്കിൽ മുൻപിലേക്കും പുറകിലേക്കും മൂവ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ. അതിങ്ങനെ കണ്ടിന്യൂസ് ആയി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ പിസ്റ്റൺ ശ്രദ്ധിക്കുകയാണെങ്കിൽ പിസ്റ്റൺ എന്താ ചെയ്യുന്നത്, മുകളിലേക്ക് പോവും, വീണ്ടും താഴേക്ക് തന്നെ വരും, മുകളിലേക്ക് പോവും, താഴേക്ക് വരും. അതൊരു സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നത്. മുകളിൽ പോയി താഴത്തേക്ക് വന്നു, വീണ്ടും മുകളിൽ പോയി താഴത്തേക്ക് വന്നു. ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് അപ്പ് ആൻഡ് ഡൗൺ മോഷനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ സൈഡിലേക്കും പോവാം, ബാക്ക് ആൻഡ് ഫോർത്ത് അങ്ങനെ വേണമെങ്കിലും പോവാം. എങ്ങോട്ടാണെങ്കിലും റിപ്പീറ്റ് ആയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ. ഇവിടെ അങ്ങനെ മൂവ് ചെയ്യുന്നത് റെസിപ്രോക്കേറ്റിംഗ് മോഷനിലുള്ള ഒരു പിസ്റ്റണെ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ കത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ, ആ പ്രഷർ ഉപയോഗിച്ചിട്ട് നമ്മൾ പവർ ഉണ്ടാക്കുന്നത്. ആ പവർ നമ്മൾ റൊട്ടേഷൻ മോഷനാക്കിയിട്ട് ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് എത്തിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഈ പുറത്ത് കാണുന്നതാണ് സിലിണ്ടർ ഉണ്ട്, സിലിണ്ടർ വാൾസ് ഉണ്ടായിരിക്കും. അതിൻ്റെ സിലിണ്ടർ ഹെഡ് എന്ന് പറയും. ഹെഡിൽ സ്പാർക്ക് പ്ലഗ് ഉണ്ട്, ഇൻടേക്ക് വാൽവ് ഉണ്ട്, എക്സോസ്റ്റ് വാൽവ് ഉണ്ട്. ഈ കാണുന്ന പൈപ്പിനെ ഇൻടേക്ക് പോർട്ട്, ഇതിനെ എക്സോസ്റ്റ് പോർട്ട് എന്നൊക്കെ വിളിക്കാം. പിസ്റ്റൺ ഇവിടെ മുതൽ TDC മുതൽ BDC വരെ എത്തും. നമ്മളൊരു ടെർമിനോളജി, എൻജിൻ ടെർമിനോളജി പഠിച്ചപ്പോൾ അത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പിസ്റ്റൺ TDCയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കാണുന്ന ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് ക്ലിയറൻസ് വോളിയം. ആ ക്ലിയറൻസ് വോളിയത്തിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കത്തുന്നത്. കാരണം എപ്പോഴാണ് നമ്മൾ പിസ്റ്റൺ ഏറ്റവും മുകളിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ തീ കൊടുക്കുക. അപ്പോൾ പിസ്റ്റൺ TDCയിൽ നിൽക്കുമ്പോൾ തീ കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗം എന്ന് പറയുന്നത് എന്താണ്, കമ്പഷൻ ചേമ്പറിനെ വിളിക്കുന്നത് ക്ലിയറൻസ് വോളിയത്തിനെ തന്നെയാണ്. പിന്നെ താഴത്തേക്ക് വരികയാണെങ്കിൽ പിസ്റ്റണെയും ഇത് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്ന ഭാഗം, ക്രാങ്ക് ഷാഫ്റ്റിനെയും കണക്ട് ചെയ്യുന്നത് ഒരു കണക്റ്റിംഗ് റോഡ് ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ ഒരു ഗഡ്ജിയൻ പിൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ കണക്റ്റിംഗ് റോഡിനെയും പിസ്റ്റണെയും കണക്ട് ചെയ്യുന്ന ഒരു പിൻ ഉപയോഗിച്ചിട്ടാണ് ആ പിന്ന്
ഗഡ്ജൺ പിൻ അല്ലെങ്കിൽ പിസ്റ്റൺ പിൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ വർക്കിംഗ് നമ്മൾ വിശദമായിട്ട് പറയുന്നില്ല, കാരണം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് മൊത്തം ഈ ടൈപ്പ് എഞ്ചിനെ കുറിച്ചാണ്. റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിനാണ് നമ്മൾ ബാക്കി ഇനി സെക്ഷനിലെല്ലാം പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വരുന്ന വഴിക്ക് പഠിക്കാം. തൽക്കാലത്തേക്ക് ഈ ക്ലാസിഫിക്കേഷനിൽ വരുമ്പോൾ ഒരു 10 മാർക്കിന് റോട്ടറി എഞ്ചിനും റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിനും ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ രണ്ടെണ്ണം ഇപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ ഒരു 5 മാർക്കിനുള്ള പോയിന്റ്സ് ഇവിടെയുണ്ട്. ആ ചിത്രം വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടും. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായും നടക്കുന്ന ഒരു എഞ്ചിനിൽ? ഞാൻ നേരത്തെ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഇൻടേക്ക്, കംപ്രഷൻ, ഇഗ്നിഷൻ, എക്സോസ്റ്റ്, ഈ 4 കാര്യങ്ങളാണ് നടക്കുന്നത്. റോട്ടറി എഞ്ചിനിൽ നാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഒരുമിച്ചാണ് നടക്കുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഓരോന്നും സെപ്പറേറ്റ് സമയങ്ങളിലാണ് നടക്കുക. പിസ്റ്റൺ ആദ്യം മുകളിൽ നിന്ന് താഴേക്ക്, അതായത് TDCയിൽ നിന്നും BDCയിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിനെ ഇൻടേക്ക് എന്നാണ് വിളിക്കുക. ആ സമയത്ത് മാത്രമേ ഇൻടേക്ക് വാൽവ് ഓപ്പൺ ആയിരിക്കുകയുള്ളൂ. അപ്പോൾ പിസ്റ്റൺ മുകളിൽ നിന്ന് താഴത്തേക്ക് പോകുമ്പോൾ ഇൻടേക്ക് വാൽവ് തുറക്കുകയും ഈ ഇൻടേക്ക് പോർട്ട് വഴി എയർ ഫ്യൂൽ മിക്സർ ഈ ഭാഗത്തൊക്കെ വന്ന് ഫില്ലാവുകയും ചെയ്യും. അതിനുശേഷം പിസ്റ്റൺ മുകളിലേക്ക് പോവുകയാണ്, അതായത് BDCയിൽ നിന്നും TDCയിലേക്ക് പോകുമ്പോൾ അപ്വേർഡ് സ്ട്രോക്ക് എന്നാണ് വിളിക്കുക. മുകളിലേക്ക് പോകുമ്പോൾ ആ വാൽവ് അടയും. അപ്പോൾ ഇവിടെയുള്ള ഗ്യാസ് ഒക്കെ എന്ത് ചെയ്യും? കംപ്രസ് ആവാൻ തുടങ്ങും. കാരണം പുറത്തേക്ക് പോകാൻ വഴിയൊന്നുമില്ല. അപ്പോൾ ഇവിടെയുള്ള ഏരിയ കുറയുന്നതനുസരിച്ച് ഗ്യാസ് കംപ്രസ് ആയിട്ട് പ്രഷർ ഇൻക്രീസ് ആവും. പിസ്റ്റൺ ഏകദേശം മുകളിൽ എത്തുമ്പോൾ ഈ എന്താണ് സംഭവിക്കുക? സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ചിട്ട് ആ എയർ ഫ്യൂൽ മിക്സറിനെ കത്തിച്ചു കൊടുക്കും. കത്തിക്കുമ്പോൾ നമുക്ക് അറിയാമായിരിക്കുമല്ലോ, ഒരുപാട് എനർജി പുറത്തേക്ക് വരും. ആ എനർജി എന്ത് ചെയ്യും? പ്രഷർ ഉണ്ടാക്കും. ആ ഉണ്ടാകുന്ന പ്രഷർ, എങ്ങനെയാണ് പ്രഷർ ഉണ്ടാകുന്നത് നമുക്ക് അറിയില്ല. നമ്മളൊരു പടക്കം പൊട്ടിക്കുമ്പോൾ എന്ത് സംഭവിക്കുക? പടക്കത്തിനുള്ള കരിമരുന്ന് തീ പിടിക്കും. കരിമരുന്ന് തീ പിടിച്ചിട്ട് ഉണ്ടാകുന്ന പുകയ്ക്ക്, ആ ഗ്യാസിന് അവിടെ നിൽക്കാൻ സ്ഥലം തികയാതെ വരുമ്പോഴാണ് പടക്കം പൊട്ടി പുറത്തേക്ക് വരുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ. നമ്മുടെ എയർ ഫ്യൂൽ മിക്സർ കത്തി ഒരുപാട് ഗ്യാസ് പുറത്തേക്ക് വന്നു. പക്ഷെ ആ ഗ്യാസിന് നിൽക്കാൻ ഇവിടെ സ്ഥലമില്ല. അപ്പോൾ എന്ത് ചെയ്യും? പുറത്തേക്ക് പോകാനും വഴിയില്ല. അപ്പോൾ എന്ത് സമയമുള്ളൂ? ഈ പിസ്റ്റനെ താഴത്തേക്ക് തള്ളി കൊടുക്കുക ചെയ്യുക. അപ്പോൾ പിസ്റ്റൺ കത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ കത്തുന്നതിൻ്റെ ബലത്തിൽ, ആ ഫോഴ്സിൽ പിസ്റ്റനെ TDCയിൽ നിന്ന് BDCയിലേക്ക് തള്ളും. ആ തള്ളുന്നതാണ് നമ്മുടെ പവർ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ഇഗ്നിഷൻ സംഭവിക്കുമ്പോൾ ഗ്യാസ് എക്സ്പാൻഡ് ആവും, ഗ്യാസ് വലുതാവും. ആ വലുതാവുന്ന ഗ്യാസ് പിസ്റ്റനെ താഴത്തേക്ക് തള്ളി കൊടുക്കുമ്പോൾ ആ പിസ്റ്റൺ താഴത്തേക്ക് വീഴും. അപ്പോൾ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും പിസ്റ്റൺ ഇവിടെ എത്തി, BDC എത്തി. BDCയിൽ നിന്ന് TDCയിലേക്ക് പോകുമ്പോൾ ഇവിടെ ഉള്ളത് എന്താണ്? എക്സോസ്റ്റ് ഗ്യാസ് ആണുള്ളത്. അത് കത്തിക്കഴിഞ്ഞാൽ പുക മാത്രമേ ഉള്ളൂ. ആ പുക എന്ത് ചെയ്യും? ഈ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആയിട്ട് അതുവഴി എക്സോസ്റ്റ് വാൽവ് വഴി പുറത്തേക്ക് പോവുകയും ചെയ്യും. ഇതാണ് ഒരു എഞ്ചിനിൽ, റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിനിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരേ ഒരു പോയിന്റിൽ മാത്രമേ പവർ ഉണ്ടാവുന്നുള്ളൂ. ഫസ്റ്റ് മുകളിലേക്ക് പോകുമ്പോൾ പവർ ഇല്ല, ഫസ്റ്റ് താഴത്തേക്കാണ് വരുന്നത്. ഫസ്റ്റ് താഴത്തേക്ക് വരുമ്പോൾ പവർ ഇല്ല, പിന്നെ മുകളിലേക്ക് പോകുമ്പോഴും പവർ ഉണ്ടാവുന്നില്ല, പവർ അങ്ങോട്ട് കൊടുക്കണം. പിന്നെ താഴത്തേക്ക് വരുമ്പോൾ പവർ ഉണ്ട്, കാരണം ഫ്യൂവൽ കത്തി കഴിഞ്ഞ് പവർ ഉണ്ടായതിനു ശേഷമാണ് താഴത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ പവർ സ്ട്രോക്കിൽ, മൂന്നാമത്തെ സ്ട്രോക്കിൽ മാത്രമേ നമുക്ക് എന്ത് വരുന്നുള്ളൂ? പവർ ഔട്ട്പുട്ട് കിട്ടുന്നുള്ളൂ. ബാക്കി 3 സ്ട്രോക്കുകളിലും, അതായത് ഇൻടേക്ക്, കംപ്രഷൻ, എക്സോസ്റ്റ്, ഈ 3 ഭാഗത്തും പിസ്റ്റന്റെ മൂവ്മെന്റിനുള്ള പവർ നമ്മൾ കൊടുക്കണം അങ്ങോട്ട്. അതിന് എല്ലാം കൂടി ചേർത്തിട്ടുള്ള പവർ നമുക്ക് ഇഗ്നിഷൻ സ്ട്രോക്കിൽ നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു എഞ്ചിൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആയിട്ടല്ല ഇരിക്കുന്നത്. 3 സ്ട്രോക്കിൽ പവർ ഇല്ല, ഒരു സ്ട്രോക്കിൽ പവർ ഉണ്ട്. അപ്പോൾ 4ൽ 3 ഭാഗത്തും പവർ പുറത്തേക്ക് കിട്ടുന്നില്ല. 4ൽ 1 ഭാഗത്ത്, 1/4 ഭാഗത്ത് മാത്രമേ പവർ പുറത്തേക്ക് വരുന്നുള്ളൂ. അപ്പോൾ അത് എഞ്ചിൻ എന്തല്ല, ഒരിക്കലും ഈക്വൽ ആയിട്ടുള്ള പവർ ആയിരിക്കില്ല പുറത്തേക്ക് വരുന്നത്. അത് നമുക്ക് അറിയാമായിരിക്കും. സിംഗിൾ സിലിണ്ടർ ആണെങ്കിൽ ആ 4ൽ 1 ഭാഗം സമയത്ത് മാത്രമേ പവർ പുറത്തേക്ക് വരുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പവർ ഉള്ളിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എഞ്ചിൻ നമുക്ക് എന്ത് ചെയ്യും? വൈബ്രേഷൻ കൂടുതലായിരിക്കും. കാരണം പവർ വന്നും പോയിരിക്കുകയാണല്ലോ, കോൺസ്റ്റന്റ് ആയിട്ട് പവർ വരുന്നില്ല. അതുകൊണ്ട് തന്നെ വൈബ്രേഷൻ ഉണ്ടായിരിക്കും. ബാലൻസിങ് ആവശ്യം വരും. ബാലൻസിങ് ചെയ്യുന്നത് ഈ ക്രാങ്ക് ഷാഫ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. അത് എങ്ങനെയാണെന്ന് നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒരു കാര്യം അറിഞ്ഞിരിക്കുക, ഒരു എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ 4 സ്ട്രോക്കുകളുണ്ട്. ആ സ്ട്രോക്കുകൾ 4 ഭാഗം വട്ടം പിസ്റ്റൺ മുകളിലേക്ക് താഴത്തേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഇതിന് പറയുന്ന പേരുകൾ ഇൻടേക്ക് സ്ട്രോക്ക്, അതായത് പിസ്റ്റൺ മുകളിൽ നിന്ന് താഴത്തേക്ക് വരുന്നു, ഇൻടേക്ക് വാൾവ് തുറന്ന് എയർ ഫ്യൂൽ മിക്സർ ഉള്ളിലേക്ക് വരുന്ന ആ സ്ട്രോക്കിനെ വിളിക്കുന്ന പേരാണ് ഇൻടേക്ക് സ്ട്രോക്ക്. പിന്നെ പിസ്റ്റൺ BDCയിൽ നിന്ന് TDCയിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള എയർ ഫ്യൂൽ മിക്സർ കംപ്രസ് ആവുന്നതിനെ കംപ്രഷൻ സ്ട്രോക്ക് എന്നാണ് വിളിക്കുന്നത്. അതിനുശേഷം അവിടെ BDC നിൽക്കുമ്പോൾ നമ്മളതിന് സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ച് തീ കൊടുക്കുമ്പോൾ ആ ഗ്യാസ് എക്സ്പാൻഡ് ആവും. ആ എക്സ്പാൻഡ് ആകുമ്പോൾ പിസ്റ്റൺ താഴത്തേക്ക് വരുന്നതിനെ പവർ സ്ട്രോക്ക് അല്ലെങ്കിൽ പവർ സ്ട്രോക്ക് തന്നെ വിളിച്ചാൽ മതി.
പിന്നെ വരുന്ന അവസാനമായിട്ട് പിസ്റ്റൺ വീണ്ടും ബി ഡി സിയിൽ നിന്ന് ടി ഡി സിയിലേക്ക് പോകുമ്പോൾ എക്സോസ്റ്റ് വാൽവ് തുറന്നിട്ട് കത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഗ്യാസ് ഒക്കെ പുറത്തേക്ക് പോകുന്നതിന് എക്സോസ്റ്റ് സ്ട്രോക്ക് എന്നാണ് വിളിക്കുന്നത്. ഇതിൽ പവർ സ്ട്രോക്ക് ഒഴിച്ച് ബാക്കി എല്ലാ സ്ട്രോക്കിലും പവർ ഉണ്ടാകുന്നില്ല, പവർ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പവർ കോൺസ്റ്റന്റ് ആയിട്ട് വരികയല്ല ചെയ്യുന്നത്, മാറിക്കൊണ്ടിരിക്കും. പവറിന്റെ ഔട്ട്പുട്ട് കൂടുകയും കുറയും ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് പവർ ഔട്ട്പുട്ട് കോൺസ്റ്റന്റ് അല്ല. അതുകൊണ്ട് തന്നെ ബാലൻസിങ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇത്രയുമാണ് നമുക്ക് റെസിപ്രോക്കറ്റിംഗ് എഞ്ചിനെ കുറിച്ച് ഇപ്പോൾ പഠിക്കാനുള്ളൂ. ഈ പോയിന്റ്സും ഈ ചിത്രം വരച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചോദ്യം ചോദിച്ചാൽ, അതായത് എന്താണ് നമ്മൾ ചോദ്യം ചോദിക്കാൻ പോകുന്നത്, അക്കോർഡിംഗ് ടു ഡിസൈനിൽ ഇന്റേണൽ കമ്പഷൻ എഞ്ചിനെ ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞൊരു ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് റോട്ടറി എഞ്ചിനെയും റെസിപ്രോക്കറ്റിംഗ് എഞ്ചിനെയും കുറിച്ചാണ്. ഈ രണ്ട് ചിത്രവും വരയ്ക്കണം, ഈ പോയിന്റ്സും എഴുതിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് കിട്ടും. നോട്ട് എഴുതേണ്ട രീതി അക്കോർഡിംഗ് ടു ഡിസൈൻ മെയിൻ ഹെഡിങ് കൊടുക്കുക. 1 റോട്ടറി എഞ്ചിൻ, 2 റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻ. ഈ ചിത്രം വരച്ചെടുക്കുക. ഈ ചിത്രത്തിൽ മാർക്ക് ചെയ്യേണ്ട സ്ഥലങ്ങളൊക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പേരുകളൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക. ഈ പോയിന്റ്സ് എഴുതിയെടുക്കുക. അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആ പോയിന്റ്സ് നിങ്ങൾ ആ വീഡിയോ കേട്ട് എഴുതിയെടുക്കുക. പിന്നെ വരുന്ന രണ്ടാമത്തെ ഹെഡിങ് ആണ് റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻ. അത് ചിത്രം വരയ്ക്കുക. ഈ പറയുന്ന എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. ഈ പോയിന്റ്സ് എഴുതിയെടുക്കുക. ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ ആ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു.